നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷം കടന്നു പോകുന്നു, 2024 കടന്നു പോകുന്നു. ഈ 2024 ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ നടന്നു. ചിലതൊക്കെ കുഴപ്പമില്ലാതെ കടന്നുപോയി. എങ്കിലും അതിലേറെ പ്രാധാന്യമുള്ളത് ഏകദേശം 4 തെരഞ്ഞെടുപ്പുകളാണ്. 4 തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ദേശീയ തലത്തിലേക്ക് വേണ്ടിയിട്ട് നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. മറ്റ് 2 തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ 3 തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്. ഇങ്ങനെ 4 തെരഞ്ഞെടുപ്പുകളെയാണ് നമ്മൾ കഴിഞ്ഞ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ അനുഭവിച്ചറിഞ്ഞത്, നമ്മൾ കേരളക്കാർ. അപ്പോൾ ഈ 4 തെരഞ്ഞെടുപ്പിൻ്റെയും ഒരു ഗുണം എന്ന് വെച്ച് അതിനിടയ്ക്ക് ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ചില തെരഞ്ഞെടുപ്പുകൾ, ബൈ ഇലക്ഷൻസ്, ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയും ചെയ്തിരുന്നു. ഇനി ഓരോ തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഒരുപക്ഷെ നമ്മൾ ഏറെ കാത്തിരുന്നു കൊണ്ട് വന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാര്യം, ഒരു രാഷ്ട്രീയ മാറ്റം രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഉറ്റുനോക്കിക്കൊണ്ടായിരുന്നു നമ്മൾ ആ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. അതായത് കഴിഞ്ഞ വർഷങ്ങളിലായി BJP 2014 മുതൽ തുടങ്ങുന്ന BJP ഭരണത്തിന് ഇപ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ, അതായത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് ഒരു മാറ്റം വരുന്നു, മല്ലികാർജുൻ ഖാർഗെ പോലെ ഒരാൾ കടന്നു വരുന്നു, അതോടൊപ്പം രാഹുൽ ഗാന്ധി ഒരു വലിയ ശക്തിയായി മാറുന്നു. അങ്ങനെ തുടങ്ങിയ നിരവധി മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോയ ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. കേന്ദ്രത്തിൽ എന്തോ വലിയ മാറ്റം വരുന്നു, കോൺഗ്രസ് പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നു, ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി അതിശക്തമായി രാഹുൽ ഗാന്ധിയുടെ ചിറകിലേറി തിരിച്ചു വരാൻ പോകുന്നു, ഇവിടെ ഭരണം പിടിച്ചെടുക്കാൻ പോകുന്നു തുടങ്ങിയ ഒരുപാട് വൃഥാവിലായ സ്വപ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ വോട്ട് ചെയ്യാനായി പോയത്. പക്ഷേ അവിടെ നമുക്കറിയാം, അവിടെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന പോലെ വലിയ ചരിത്ര വിശേഷങ്ങളൊന്നുമില്ലാതെ വോട്ട് അവസാനിച്ചു. വോട്ടിംഗ് അവസാനിക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തേക്ക് വരുന്നു. റിസൾട്ട് പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ കേരളക്കാരെ ഒട്ടും അത്ഭുതപ്പെടുത്താതെ അന്ന് തെരഞ്ഞെടുപ്പ് ഫലവും ഉണ്ടാകുന്നു. പക്ഷേ ഒരിടത്ത് മാത്രം കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നു, തൃശ്ശൂരിൽ മാത്രം. അതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമുക്ക് കാണാം. തൃശ്ശൂരിൽ ഇന്നുവരെ കേരളത്തിനുണ്ടാകാത്ത ഒരു കാര്യം സംഭവിച്ചു. സുരേഷ് ഗോപി എന്ന് പറയുന്ന നേതാവ്, BJPയുടെ സ്ഥാനാർത്ഥി, ആദ്യമായി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുന്നു. സുരേഷ് ഗോപി എന്ന് മാത്രമല്ല, ഒരു BJPക്കാരനായ സ്ഥാനാർത്ഥി ഒരു ആദ്യത്തെ തവണ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിക്കുന്നു. ഇതാണ് കഴിഞ്ഞ പോയ കാലഘട്ടത്തിലെ രാഷ്ട്രീയ കാലത്തിലെ ഏറ്റവും വലിയ മാറ്റമായി നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റുള്ള എല്ലാം പതിവ് തന്നെയായിരുന്നു. അവിടെ കുറയുന്നത് സത്യത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു കുറവ് വരുന്നത് കോൺഗ്രസിനാണ്. കഴിഞ്ഞ തവണ 19 സീറ്റ് എന്ന് പറയുന്ന ഒരു സീറ്റായിരുന്നു കോൺഗ്രസിനല്ല UDFനുണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അതിൽ കുറവ് വന്ന് 18ആയി ചുരുങ്ങുന്നു. ഇത്തവണ CPMന് അല്ലെങ്കിൽ LDFന് ഇത്തവണയും ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. അത് ആരിഫിന് AM ആരിഫ് ആയിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കാര്യം എന്താണ്? കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനെയാണ് AM ആരിഫ് നേരിട്ടതെങ്കിൽ ഇത്തവണ ശക്തനായ ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിച്ചു. ആ KC വേണുഗോപാലിനെ UDF സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിപ്പിച്ചപ്പോൾ തന്നെ ഏറെക്കുറെ AM ആരിഫിന്റെ വിധി ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ ഒരു സീറ്റും കൂടി CPMന് നഷ്ടപ്പെടും. പക്ഷെ അപ്പോഴും LDFന് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സീറ്റ് ചേലക്കര തന്നെയായിരുന്നു. ചേലക്കര ആലത്തൂർ തന്നെയായിരുന്നു. ആ സീറ്റിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാര്യം, K രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിയെ തന്നെ, പട്ടികജാതി വിഭാഗത്തിന്റെ മന്ത്രിയെ തന്നെ അവിടെ മത്സരിപ്പിച്ചപ്പോൾ ഏറെക്കുറെ അവിടെ പ്രതീക്ഷയുണ്ടായിരുന്നു, ഇത്തവണ ആലത്തൂരെങ്കിലും LDFന് ലഭിക്കും. ആ പ്രതീക്ഷകളെ ഒന്നും അസ്ഥാനത്താക്കാതെ ഇവിടെ ചേലക്കരയിൽ രാധാകൃഷ്ണൻ തന്നെ വിജയിക്കുന്നു. ബാക്കി ഒട്ടുമിക്കയിടത്തും പ്രവചനങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന റിസൾട്ടൊന്നും ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. കാര്യം, എല്ലാവർക്കും അറിയാം ഇത്തവണ UDFന് ശക്തമായൊരു കുത്തൊഴുക്കുണ്ടാകും. പക്ഷേ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വടകരയിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇത്തവണ നിൽക്കുമെന്ന് കരുതി അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൻ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്ന K മുരളീധരനെ ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിലേക്ക് സ്ഥലം മാറ്റുന്നു. അവിടെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം നമുക്ക് കാണാം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടന്ന ഏറ്റവും വലിയ മാറ്റം അതായിരുന്നു. ശൈലജ ടീച്ചർ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ അതിന് പകരം താനൊരു സ്ഥാനാർത്ഥിയായി വടകരയിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി മാറിയ ഒരാൾ തന്നെയായിരുന്നു. കാര്യം, കോൺഗ്രസിന്റെ തീരുമാനം അതായിരുന്നു, നിലവിലുള്ള MPമാർ അതാത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കുക. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ അവിടേക്ക് K മുരളീധരനെ ശക്തൻ എന്ന് വിളിച്ച്
ആക്ഷേപിച്ചുകൊണ്ട്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കോൺഗ്രസ്സുകാർ പലപ്പോഴും ശക്തനെന്ന് വിളിക്കുന്ന ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മത്സരിപ്പിക്കുന്നു. അവിടെ തൃശ്ശൂരിൽ ഈ പറയുന്ന ശക്തനായ കെ മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. ഒരു വലിയ രാഷ്ട്രീയ മാറ്റമാണ്. കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിനെ എൻ്റെ ചില നേതാക്കന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് നാണം കെട്ട കളിയും കളിക്കുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി തുടങ്ങിയത് ആ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയോടുകൂടിയാണ്. സുരേഷ് ഗോപി അവിടെ 1-ാം സ്ഥാനത്തെത്തി വിജയിക്കുന്നു, ഏകദേശം 75,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. തൊട്ടു പിന്നാലെ VS സുനിൽകുമാർ ഉണ്ടായിരുന്നു. അതിനും താഴെ ചോടെ ആരുണ്ടായിരുന്നു? കെ മുരളീധരനും ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൽ ഒരു BJP നേതാവ് ഒരു സ്ഥാനാർത്ഥിയായി വിജയിച്ചു കയറുന്ന ലോക്സഭയിലേക്ക് ആദ്യമായി. അതിന് വഴിമരുന്നിട്ടത് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ അവിടെ ചെല്ലുന്ന സുരേഷ് ഗോപിയെ കാത്തിരിക്കുന്നത് ഒരു സഹമന്ത്രി സ്ഥാനം, പെട്രോളിയം വകുപ്പ്. അങ്ങനെ ഒരു സഹമന്ത്രി സ്ഥാനം എടുത്തു കൊടുക്കുന്നു. സഹമന്ത്രിയായി സുരേഷ് ഗോപി വിലസി വിളഞ്ഞ് ആറാടി നടക്കുന്ന സമയത്തിലേക്ക് കാലം എത്തിപ്പെടുന്നു. അതാണ് കേരള രാഷ്ട്രീയത്തിൽ അതുവരെ ഇല്ലാതിരുന്ന ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത്. ബാക്കിയെല്ലാം പതിവ് പോലെ തന്നെയാണ്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ അവസാനിക്കുമ്പോൾ പാലക്കാട് നിന്നും പറിച്ചു മാറ്റി നേരെ വടകരയിലേക്ക് എത്തിച്ച ഷാഫി പറമ്പിൽ ഒഴിവാക്കിയിട്ട ഒരു സീറ്റ് അവിടെ കിടപ്പുണ്ട്. ഈ പറയുന്ന ചേലക്കര എന്ന് പറയുന്ന മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിലെത്തിയ കെ രാധാകൃഷ്ണൻ ഒഴിവാക്കിയിട്ട ഒരു സീറ്റ് ആ ചേലക്കരയിലും കിടപ്പുണ്ട്. അങ്ങനെ രണ്ടിടത്ത്. ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട് വേണ്ട എന്ന് പറയുന്നു. എനിക്ക് റായ്ബറേലി മതി, അതുകൊണ്ട് എനിക്ക് വയനാടുകാരോട് വലിയ താല്പര്യമില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് വയനാട് MP സ്ഥാനം കളയേണ്ടി വരുന്നു. അതോടുകൂടി വയനാടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. അങ്ങനെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പോകുന്നു. അങ്ങനെ വന്നപ്പോൾ വീണ്ടും സംസ്ഥാനം അടുത്ത തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴാണ് അടുത്ത വിവാദങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തലപൊക്കുന്നത്. അതുവരെ സർക്കാരിനെതിരായി കുശുമ്പും കുന്നായ്മയും പറഞ്ഞുകൊണ്ട് VD സതീശന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടക്കുകയായിരുന്നു. അപ്പം ആ സാഹചര്യത്തിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വലിയൊരു സംഭവവികാസം സൃഷ്ടിക്കപ്പെടുന്നു. ആ സംഭവവികാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന PV അൻവറിൻ്റെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണമായിരുന്നു. PV അൻവർ സർക്കാരിനെതിരായി കൊടി പിടിച്ചുകൊണ്ട് തുറന്ന യുദ്ധത്തിന് തയ്യാറെടുത്ത് നടന്ന സമയം. PV അൻവർ P ശശിയെയും പിണറായി വിജയനെയും ഈ പറയുന്ന MR അജിത് കുമാറിനെയും അടക്കം പുലയാട്ടും പറഞ്ഞുകൊണ്ട് നടന്ന സമയം. ആ സമയത്ത് താനാണ് ഇവിടുത്തെ വലിയ അധികാരി എന്ന ഭാവത്തിൽ നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തെളിവുകളുണ്ട് എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടായിരുന്നു PV അൻവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നെട്ടോട്ടം ഓടി നടന്നത്. ഒടുവിൽ തമിഴ്നാട്ടിൽ പോകുന്നു. തമിഴ്നാട്ടുകാർ കൈയൊഴിയുന്നു. DMK വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോയിരുന്നു. ഞാൻ DMK ചേരുമെന്ന് അവകാശം ഉന്നയിക്കുന്നു. തുടർന്ന് കേരളത്തിലേക്ക് എത്തി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന DMK ഉണ്ടാക്കുന്നു. അങ്ങനെ DMKയും രൂപീകരിക്കുന്നു. ആ സമയത്ത് അപ്പോഴേക്കും സ്ഥാനാർത്ഥി നിർണയവും ഏറെക്കുറെ UDF-ന്റെയും LDF-ന്റെയും പൂർത്തിയായി. എങ്ങനെ LDF-ന്റെ പൂർത്തിയായോ? പാലക്കാട് ഇല്ല. പാലക്കാട് അപ്പോഴും അനിശ്ചിതത്വം ആയിരുന്നു LDF-നെ സംബന്ധിച്ചിടത്തോളം. അവിടെ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും കൊടിപിടിച്ച വിവാദമായി മാറിയിരുന്നു. പാലക്കാട് ഒരു സ്ഥാനാർത്ഥി നിർണയം വരുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി UDF ഐക്യകണ്ഠേന പ്രഖ്യാപിക്കുന്നു. ഇതോടുകൂടി പാലക്കാട് DCC ഇടഞ്ഞു തുടങ്ങി. ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരാളെ, എവിടെ നിന്നോ വന്ന ഒരാളെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. അതായത് ഷാഫിയുടെയും VD സതീശിന്റെയും നോമിനിയെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് പാലക്കാട് DCC വഴിമരുന്നിട്ടു. അങ്ങനെ അവിടെ വിവാദങ്ങൾ ആരംഭിക്കുന്നു. അതുവരെ UDF-ന്റെ സ്ഥാനാർത്ഥി പാലക്കാട് താനാണ് എന്നുള്ള മോഹവുമായി നടന്ന P സരിനുണ്ടായ ഇച്ഛാഭംഗം. അങ്ങനെ ആ ഇച്ഛാഭംഗത്തിൽ നിന്നും P സരിൻ കോൺഗ്രസ് പാർട്ടിയോട് വിട പറഞ്ഞ് അകന്നു. ഒടുവിൽ വിട പറഞ്ഞിറങ്ങിപ്പോയ P സരിനെ 2 കൈയും നീട്ടി LDF സ്വീകരിക്കുന്നു. പാലക്കാട് ഒന്നും നോക്കാതെ, ഇടം വലം നോക്കാതെ സ്ഥാനാർത്ഥിയായി അവരോധിക്കുകയും ചെയ്തു. അങ്ങനെ P സരിൻ എന്ന് പറയുന്ന നേതാവ് പാലക്കാട് LDF-ന്റെ മുഖമായി മാറി. ഇതിനിടയിൽ BJP-യിൽ എന്തായിരുന്നു സംഭവിച്ചത്? BJP-യിൽ സ്ഥാനാർത്ഥി നിർണയം ഇഴഞ്ഞു നീങ്ങി. K സുരേന്ദ്രൻ വേണോ, C കൃഷ്ണകുമാർ വേണോ, ശോഭാ സുരേന്ദ്രൻ വേണോ, കുമ്മനം രാജശേഖരൻ വേണോ തുടങ്ങിയ നിരവധിയായ കൂടിയാലോചനകൾ ഒന്നിനു പിറകെ ഒന്നായി നടന്നു. ഒടുവിൽ സുരേന്ദ്രൻ പക്ഷത്തു നിന്ന C കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി അവരോധിച്ചതോടെ ശോഭാ സുരേന്ദ്രൻ പക്ഷം ഇടഞ്ഞു തുടങ്ങി.
പാലക്കാട് മണ്ഡലത്തിൽ അവിടെയും ഇവിടെയും ഒക്കെയായി നിരനിരയായി പോസ്റ്റർ കണ്ടു. പാലക്കാടിന്റെ കാവിക്കോട്ടയിലേക്ക് ഝാൻസി റാണി ശോഭാ സുരേന്ദ്രന് സ്വാഗതം എന്നെഴുതിയ ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞു. ഒരു അടുത്ത സുപ്രഭാതത്തിലെല്ലാം കീറിയ മട്ടിൽ കാണുകയും ചെയ്തു. ആര് ജയിച്ചു എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതം. അങ്ങനെ ശ്രീകൃഷ്ണകുമാർ പാലക്കാടിന്റെ BJP സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെടുന്നു. അങ്ങനെ 3 സ്ഥാനാർത്ഥികളുമായി മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ ദാ വരുന്നു പ്രിയങ്ക ഗാന്ധി കന്നി അംഗത്തിനായി. രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി അങ്ങനെ വയനാട്ടിലെത്തുന്നു. വയനാട്ടിൽ അനിഷേധ്യായ നേതാവായി മാറി പ്രിയങ്ക ഗാന്ധി റോഡ് ഷോകളിലൂടെ ശ്രദ്ധേയായി. അപ്പോഴാണ് BJP നവ്യ ഹരിദാസിനെ പ്രിയങ്ക ഗാന്ധിക്കെതിരായി മത്സരിപ്പിക്കാൻ ഇറക്കുന്നു. അങ്ങനെ ഇടതുപക്ഷം സത്യൻ മൊകേരിയെയും ഗോദയിലേക്ക് ഇറക്കി. അവിടെ തോൽവി സുനിശ്ചിതമാണ് എന്നറിഞ്ഞിട്ടും സത്യൻ മൊകേരിയും ഈ പറയുന്ന നവ്യ ഹരിദാസും മത്സരിക്കാൻ തയ്യാറായി കച്ചകെട്ടി ഇറങ്ങുകയായിരുന്നു. പിന്നീടാണ് ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. പകരം അവിടെ UR പ്രദീപ് മത്സരിക്കുന്നു. ബാലകൃഷ്ണൻ BJPയിലും മത്സരിക്കുന്നു. അപ്പോഴാണ് അടുത്ത കാര്യം വരുന്നത്. ഞങ്ങളൊരു കാര്യം ചെയ്യാം, DMK ഞങ്ങൾ തൽക്കാലം സ്ഥാനാർത്ഥിയെ പാലക്കാട് നിന്ന് പിൻവലിക്കാം. പാലക്കാടും ഉണ്ടായിരുന്നു, ഇവിടെയും സ്ഥാനാർത്ഥിയുണ്ട്. ചേലക്കരയിലും DMKക്ക്, അതായത് PV അൻവറിന്റെ DMKക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് യാതൊരു നിബന്ധനയുമില്ലാതെ ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പകരം ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട രമ്യ ഹരിദാസിനെ പിൻവലിച്ചുകൊണ്ട് DMK സ്ഥാനാർത്ഥിയെ UDF സപ്പോർട്ട് ചെയ്യണം, പിന്തുണയ്ക്കണം. VD സതീശൻ ചിരിച്ചു പുച്ഛിച്ചു തള്ളി ആ വാക്കുകളെ. ഒടുവിൽ DMK സ്ഥാനാർത്ഥി വലിയ തരക്കേടില്ലാത്ത വോട്ട് പിടിച്ചു. അവിടെ 30,000-ലധികം വോട്ടിന്റെ നേട്ടം BJP സ്ഥാനാർത്ഥിയായ ബാലകൃഷ്ണൻ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് അതോടുകൂടി കലാശക്കൊട്ടിലേക്ക് അടുക്കുന്നു. ആ വിവാദങ്ങളെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നതിനിടയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റമുണ്ടാകുന്നു. ഈ ഏറെക്കാലമായി പാർട്ടിയിൽ അവഗണന മാത്രം സഹിച്ചുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ചാടിയിറങ്ങുന്നു. നിരവധി ചർച്ചകൾ നടന്നു. LDFന്റെ പാളയത്തിലേക്കും UDFന്റെ പാളയത്തിലേക്കും മാടി സന്ദീപ് വാര്യരെ വിളിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് സന്ദീപ് വാര്യർ കൈകൊടുത്തത് UDFന് വേണ്ടിയിട്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തി. വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് താൻ വന്ന് കയറി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. അതുവരെ ഇല്ലാതിരുന്ന കാരണം എന്താ? ഒരിക്കൽ രാഷ്ട്രീയമായിരുന്നില്ല വിഷയം. അദ്ദേഹത്തിന്റെ അമ്മ മരിച്ച സമയത്ത് ഒരു BJP പ്രവർത്തകൻ പോലും ആ വഴിക്ക് എത്തി നോക്കിയില്ല എന്നുള്ളതായിരുന്നു സന്ദീപ് വാര്യർ ഉയർത്തിയ ഏറ്റവും വലിയ പ്രശ്നം. അത് മാത്രമല്ല, അതിനിടയിലാണ് ഒരു വലിയ വിവാദം ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി, അതായത് ശോഭാ സുരേന്ദ്രൻ വീണ്ടും കൊടകര കുഴൽപ്പണക്കേസ് തിരൂർ സതീശൻ വഴി കുത്തിപ്പൊക്കുന്നു. ശോഭാ സുരേന്ദ്രൻ നാടൊട്ടുക്ക് മാധ്യമങ്ങളെ പഴി പറഞ്ഞുകൊണ്ട് 2 ചാനലുകൾക്ക് വിലക്കേർപ്പെടുത്തുന്നു. പത്രസമ്മേളനങ്ങളിൽ വരാൻ പാടില്ലത്രേ. അങ്ങനെ അവിടെ വെച്ച് തിരൂർ സതീഷ് പിന്നെ ആരുടെ നോമിനി എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. അങ്ങനെ തിരൂർ സതീഷ് ധർമ്മരാജനെയും എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ ഒരു രഹസ്യത്തിന്റെ ചുരുളുകൾ അഴിക്കുകയായിരുന്നു. BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ചാക്കുകെട്ടുകളിൽ പെട്ടി ഓട്ടോറിക്ഷ നിറച്ച് പണം കൊണ്ടുവന്നിരുന്നു എന്ന് പറയുന്നു. അതായിരുന്നു വലിയ വെളിപ്പെടുത്തൽ. അവ പറഞ്ഞു ധർമ്മരാജന്റെ ഡയറിയിൽ തന്റെ പേരില്ലാതെ പോയതാണ് തന്റെ ഏറ്റവും വലിയ കുറവ് ഒരു BJPക്കാരനായിരിക്കാൻ എന്ന് സന്ദീപ് വാര്യർ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു. അതിന്റെ അർത്ഥം K സുരേന്ദ്രൻ കള്ളനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് തന്നെയായിരുന്നു. അങ്ങനെ അവിടെയും കഴിയുന്നില്ല. സന്ദീപ് വാര്യന്റെ കുത്തി KV മധു എന്ന് പറയുന്ന വയനാട്ടിൽ നിന്നൊരു BJPക്കാരനെ കൂടി നേരെ കൊണ്ടുവന്ന് കോൺഗ്രസിലേക്ക് ചേർത്തു. ഈ തെരഞ്ഞെടുപ്പെല്ലാം അങ്ങോട്ട് കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അങ്ങ് കായംകുളത്ത് നിന്ന് ഒരാൾ പടിയിറങ്ങുന്നു. അയാളും നേരെ ചെന്ന് BJPയിൽ അംഗത്വം എടുക്കുന്നു. അപ്പോൾ K സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ട് മലിനജലം ഒഴുകിപ്പോയി, വിഷജലം ഒഴുകിപ്പോയി, മലിനജലം ഒഴുകിപ്പോയി, ശുദ്ധജലം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന്. ആ ശുദ്ധജലത്തിന്റെ പേരാണ് ബിപിൻ C ബാബു, പത്തിയൂരുകാരൻ, കായംകുളം. പുള്ളിയെ പോലെ വിഷജന്തു ഇല്ല എന്ന് പിന്നീടുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്തു. പല കേസുകളിലും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയമായി ഒരുപാട് മാറ്റങ്ങൾ വരുത്തി തീർക്കാൻ ചില കൂട്ടിച്ചേർക്കലുകളും ചില കൂട്ടിയിണക്കലുകളും അതോടൊപ്പം തന്നെ ചില വേർപിരിയലുകളും സംഭവിച്ച ഒരു രാഷ്ട്രീയ വർഷമായിരുന്നു കടന്നുപോയത്. ഇനിയും നിരവധി കാര്യങ്ങളുണ്ട്. ഇനിയും ഇപ്പോൾ പലതും ഇനിയിപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള തർക്കങ്ങൾ. അതോടൊപ്പം കോൺഗ്രസിന് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 18 സീറ്റുകൾ, അതിനുശേഷം പാലക്കാട് എന്ന് പറയുന്ന മണ്ഡലത്തിലെ ഏകദേശം മികച്ച രീതിയിലുള്ള വിജയം, ഏകദേശം 18,840 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് മണ്ഡലം നിലനിർത്തി.
ചേലക്കരയിലുണ്ടായ തോൽവി, അതോടൊപ്പം വയനാട് ഏകദേശം 4,10,931 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി. കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിന് കുറവ് വല്ലതും ഉണ്ടോ? 2 മണ്ഡലങ്ങൾ രണ്ട് പഞ്ചായത്തുകൾ LDFിന്റെ കയ്യിൽ നിന്നും തൂത്തുവാരി പിടിച്ചെടുത്തു കോൺഗ്രസ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് അമിതമായ ആത്മവിശ്വാസത്തിലാണ്. ഈ ആത്മവിശ്വാസം ഇനിയും വരും വർഷങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. കാര്യം ഇനിയും വരാനുണ്ടല്ലോ കാലങ്ങൾ. ഇനിയും 1 വർഷം കൂടി നമ്മുടെ മുന്നിലുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ ഈ പോയ വർഷത്തെ പ്രധാന രാഷ്ട്രീയ മാറ്റങ്ങൾ, രാഷ്ട്രീയ വഞ്ചനകൾ, രാഷ്ട്രീയ തീരുമാനങ്ങൾ ഇവയൊക്കെയാണ്.